കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. ഡൽഹി ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബസ് കയറി ഇപ്പോൾ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടാണുള്ളത്. സോ ഇനി നേരെ ഇവിടുന്ന് ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും നമ്മൾ കൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ബസ് ഇറങ്ങി നമ്മൾ നേരെ ഒരു ഓട്ടോ എടുത്തു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. കൽക്ക എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിലാണ് കേട്ടോ. ഇപ്പോൾ കൽക്കയിൽ നിന്ന് നമുക്ക് നേരെ ഷിംലയിലേക്കൊരു ട്രെയിനുണ്ട്. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കൽക്ക ടു ഷിംല ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടാണുള്ളത്. ടോയ് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ ട്രെയിൻ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ടാവും. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്, 1-2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചായയൊക്കെ കുടിച്ച് കറങ്ങി തിരിയുമ്പോഴേക്ക് ട്രെയിനിൻ്റെ ടൈമാവും. ഇപ്പോൾ ടൈം രാവിലെ 6:30 കേട്ടോ. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഭയങ്കര ടൈറ്റാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിടുന്നതാണ് നല്ലത്. ഇതാണ് ടോയ് ട്രെയിൻ. ഈ ട്രെയിനിലല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്, ഇതുപോലുള്ള മറ്റൊരു ട്രെയിനിലാണ്. ഇത് ട്രെയിൻ നമ്പർ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്നതേ ഉള്ളൂ, പ്ലാറ്റ്ഫോമിൽ കാണുന്നില്ല. സോ ഇവിടെ അതിന് മുമ്പായിട്ട് പുറപ്പെടേണ്ട ഒരു ട്രെയിനുണ്ട്, അതും ലേറ്റാണ് കാണുന്നത്. ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. അത് 6:30 പുറപ്പെടേണ്ട ട്രെയിനാണ്. അപ്പോൾ മിക്കവാറും നമ്മളെ ട്രെയിനും ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ട്രെയിൻ ലേറ്റായ സ്ഥിതിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആയിരിക്കും നല്ല നാടൻ ചായ വെക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ തന്നെ മുന്നിലിറങ്ങിയിട്ട് ഒരു നാടൻ ചായ വെക്കേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ. इसका फोन मेरा तो यही है, उसका भी फोन यही है, किसको फोन करूं? वो इतना आरामी है, जब बाहर जाएगा तो फोन अपना यहाँ छोड़ के जाएगा। अच्छा। उसको पता है कि आ जाएगा। तो मैंने चाय भी बंद कर दी बनाने, मैं थोड़ी ഇതാണ് നമ്മുടെ ടോയ് ട്രെയിൻ. അപ്പുറത്തെ ട്രെയിനിൽ ഈ സാധനം ഇല്ലാന്നുള്ളു, ബാക്കിയെല്ലാം ഉണ്ട്. വർഷമുണ്ടല്ലേ. കൽക്ക ടു ഷിംല ആദ്യത്തെ ട്രെയിനായിരിക്കും. ടോയ്ലറ്റ് പക്ഷെ ഇത് ഭയങ്കര ഇതായി പോയിട്ടോ. മുകളിൽ ഗ്ലാസ് ഒന്നും പറഞ്ഞിട്ട് ഫുള്ളൊക്കെ മുകളിലൊന്നും കാണുന്നില്ല. ചാമ്പൽ വേർഷൻ 2. ഇറങ്ങിക്കോ. കുറേ ട്രെയിനുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. പക്ഷേ ഇത് 6 സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഡിലേ ആയിട്ട് 8:15 നമ്മുടെ പോസ്റ്റായി. മഞ്ഞുണ്ട് കേട്ടോ. യെസ്, റെഡി. ഇതാണ് നമ്മുടെ കോച്ച്. ഇത് 360 തിരിയോ? നമ്മൾ തിരിയേണ്ടി വരും. അമ്മപ്പാ, ഇതില് വാഷ്റൂം ഇല്ല. ഇതാണ് ട്രെയിൻ. 600 റുപ്യ അല്ലേ ഒരു ടിക്കറ്റ്? 600 റുപ്യ നമ്മളെ പറ്റിച്ചു കേസ്. എന്ത് ഇതെങ്ങനെ 360 ആവാ? 180. ഇനി വേറൊരു സാധനം ഉണ്ടോ? നടന്നില്ല. പണങ്ങുമ്പോ ഇങ്ങോട്ട് അയക്കാ മതി. ചാമ്പൽ വേർഷൻ 2. ഈ ട്രെയിൻ ഉണ്ടാക്കിയതാണെങ്കിൽ
ഇത് കുറേ പിക്ചർ കൊടുത്തിട്ട് പഴയ പിക്ചർ ആയിരിക്കും അല്ലേ ഇതിൻ്റെ? ആ ഇതേട്ടാ കൽക്ക ഷിംല റെയിൽവേ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ടോയ്ലറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ടോയ്ലറ്റ് തലമുട്ടും കേട്ടാ, തല കുനിക്കേണ്ടി വരും. പ്രത്യേകത വേണ്ട, ദീവിയാണ്. ദീവി കാറ് മാത്രമല്ല ട്രെയിനും ഉണ്ട്. ഇതവിടെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഫസ്റ്റ് ക്ലാസ് ചെയർ കാർ മൊത്തം പറ്റിച്ചല്ല നമ്മളെ. ഇതുണ്ടോ ഇവിടെ നിന്ന് ചാർജ് ചെയ്യുന്നു ട്രെയിൻ. തിരക്ക് പോകേണ്ട വണ്ടിയാണ്. ഇപ്പോൾ സമയം 7:24. ഇത് പോയിട്ടില്ല. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓ ഇതും അതുപോലെ തന്നെ സെയിം ആണ്. സീറ്റ് അത് സെയിം തന്നെ. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ആ സീറ്റ് തന്നെ. കുറച്ചുകൂടി നല്ല സീറ്റ് തന്നെയല്ലേ? ഇത് ഏത് ട്രെയിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്ക ഷിംല. ട്രെയിൻ നമ്പർ പറഞ്ഞതാ 8 മിനിറ്റ്. ഇത് ട്രെയിൻ നമ്പർ 5245 ആണ്. ഇതാണ് കൽക്ക റെയിൽവേ സ്റ്റേഷൻ. കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ തന്നെ ഇവിടുന്ന് ചായ ട്രൈ ചെയ്ത് കേട്ടോ. നൂഡിൽസ് ഉണ്ട്, മാഗി. ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് മെഷീൻ ചായ ഓർഡർ ചെയ്തത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടുന്ന് ഇതുപോലുള്ള മെഷീൻ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് സെറ്റ് ആവില്ല, ഓവർ മധുരമാണ്. ചില ഷോപ്പുകളിൽ ലൈവായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ സ്റ്റൈലിൽ ചായ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടേതായ സ്റ്റൈലിലാണ് കിട്ടുക. ചായൻ്റെ ഒരു സുഖം, ചായ ലവർക്ക് ചായൻ്റെ ഒരു സുഖം കിട്ടില്ല. ഇത് നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ ശരിയായില്ല മെഷീൻ ചായ. തൊട്ടടുത്തൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വേറെ ചായ ഓർഡർ ചെയ്തത്. बता दे बता बता क्या है देख लो। हाँ देखो मेरे पता नहीं देखो क्या है। अरे इसका है। അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട് ഷിംലയിലേക്ക്. അടിപൊളി യാത്രയാണെന്നൊക്കെ പറഞ്ഞത്, മഞ്ഞിലേക്ക് കൂടി പോകുന്ന ട്രെയിനാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ മഞ്ഞൊന്നും കാണാനില്ല ഈ സമയത്ത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിൻ എടുത്തു സുഹൃത്തുക്കളെ. വളരെ പതുക്കെയാണ് ഇപ്പോൾ പോകുന്നത്. കുറേ കുന്നും മലകളൊക്കെ താണ്ടിയിട്ട് പോകേണ്ട യാത്രയാണ്. സോ എക്സൈറ്റഡ് ആണ്. പക്ഷെ മഞ്ഞ് കാണാനില്ല എന്ന് പറഞ്ഞത് കുറച്ച് നമ്മളൊന്ന് നിരുത്സാഹപ്പെടുത്തി. എന്തായാലും കുഴപ്പമില്ല, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി യാത്ര തന്നെയായിരിക്കും. അങ്ങനെ ഹരിയാനയിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ് പിന്നെ ഷിംലയിലേക്ക്. ഷിംല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. രണ്ടും 2 ഡിസ്ട്രിക്റ്റിലാണുള്ളത്. സോ
തണുപ്പിന് ഒരു കുറവുമില്ല. നമ്മൾ ബസ് രാവിലെ വന്ന് ഇറങ്ങിയത് മുതൽ ഭയങ്കര തണുപ്പായിരുന്നു. ബസ് ഇറങ്ങുന്ന സമയത്ത് ഗ്ലൗസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കൈയൊക്കെ ആകെ ഫ്രീസായി പോയ അവസ്ഥയായിരുന്നു. പിന്നെ അതിലോട് നമ്മളിങ്ങനെ ശരിയായി വരുന്നുണ്ട്. നമ്മൾ ഈ ട്രെയിനിന് ഇപ്പോൾ ടിക്കറ്റ് ആയിട്ടുള്ളത് 630 രൂപയാണ്. കൽക്കാറ്റ് ഷിംല എക്സ്പ്രസ് വിസ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനാണിത്. ഈ ട്രെയിൻ അത്യാവശ്യം പതുക്കെയാണ് പോകുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് മാർഗം പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് നേരത്തെ ഷിംലയിലെത്താൻ സാധിക്കും. പക്ഷേ ഈ ട്രെയിൻ എന്താണ് എല്ലാവരും ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളാണ് മിക്കവാറും ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര ഭയങ്കര രസമാണ്. മഞ്ഞുള്ള കാലത്താണെങ്കിൽ മഞ്ഞിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. മാത്രമല്ല 96 കിലോമീറ്ററാണ് ടോട്ടൽ ഉള്ളത്. അതിന് ഏകദേശം ഒരു 5.5-6 മണിക്കൂറാണ് ട്രെയിൻ നമ്മൾ കൽക്കാറ്റ് ഷിംല റണ്ണിങ് ടൈം എടുക്കുന്നത്. അതിൽ ഏകദേശം ഒരു 800 ബ്രിഡ്ജ് കടന്നിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത്. ഹലോ, ട്രെയിൻ ഓടി സ്റ്റോപ്പിൽ നിർത്തിയിട്ടില്ല. കുറേ നേരം ഓടിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ടാണുള്ളത്. ചിലപ്പോൾ സിഗ്നൽ കിട്ടാത്തത് വല്ലതും ആവാം, അറിയില്ല. എന്തായാലും നമുക്ക് ഒന്ന് പുറത്തിറങ്ങി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കിട്ടി. സ്റ്റേഷനാണ്. ഇങ്ങനത്തെ കുറേ ടണലും ബ്രിഡ്ജും കയറിയിട്ടാണ് ഇത് ഷിംലയിലെത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയിൽ 102 ടണലുണ്ട്, 864 ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ 919 കേവ്സ് ഉണ്ട്. അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ ടോയ് ട്രെയിനിൻ്റെത്. ഭയങ്കര സ്പീഡിലും ജഗപൊകയായിട്ട് പോകുന്നൊരു ട്രെയിനല്ല. എന്താ പറയുക, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ടണലിലൂടെയൊക്കെ കയറി ബ്രിഡ്ജിനകത്തൂടെയൊക്കെ കയറിയിട്ട് നല്ല ക്യാമറ പോയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ കൽക്കാറ്റ് ഷിംല ട്രെയിൻ യാത്ര. അങ്ങനെ നീണ്ടൊരു 5-6 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ ഷിംലയിലെത്തി. ഗൂഗിൾ മാപ്പ് വഴി അറിഞ്ഞാൽ കേട്ടോ. ഗൂഗിൾ മാപ്പ് വഴി നോക്കുമ്പോഴേക്ക് ഷിംല കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഷിംലയിൽ പെട്ടതാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഷിംലയിൽ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ട്രെയിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഏകദേശം നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ഷിംലയിൽ അങ്ങനെ നമ്മൾ എത്തി. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. തണുപ്പ് നേരത്തേതിനെക്കാട്ടി കൂടിയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഷിംലയിൽ എത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ താമസം ഫുഡും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ കണ്ടുപിടിക്കണം. അത് വേറൊരു ടാസ്ക്. എന്തായാലും ഒന്ന് ഭൂമിയിൽ കാലുകുത്തട്ടെ, അതിനുശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാം.
ഇത് താഴെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ ഹില്ല് മൊത്തം ഷിംല ഇടുന്ന് കാണാം. ഈ ചാച്ചൻ്റെ കൂടെ ഇപ്പോൾ നമ്മളെ റൂം നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിംലയിലെ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ തണുപ്പ് കുറച്ചൊന്ന് കുറയണം. ഒടുക്കത്തെ തണുപ്പിൽ നമ്മളിങ്ങനെ ഫ്രീസായി പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ പരിചയപ്പെട്ട ഒരാൾ റൂം കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അയാളെ പിറകെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് പോയി നോക്കണം, നല്ല സ്റ്റേ കണ്ടെത്തണം, അതാണ് ഉദ്ദേശം. നമ്മൾ ഇപ്പം നോക്കിയിട്ട് ഇറങ്ങിയ റൂം ശരിയായില്ല കേട്ടോ. വേറൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റൂം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടുപോകുന്ന വഴിയാ. ഷിംലയിൽ ഇങ്ങനത്തെ വഴിയിൽ ആരും വന്നിട്ടുണ്ടാവില്ല. ഓ എടാ, ഒരു റൂം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വഴി നോക്കിയേ. ഓ, ഇമാതിരി വഴിയിൽ ഇതുവരെ വന്നില്ല. മഴയും മഞ്ഞും എല്ലാം ഒന്നിച്ചു വീഴുന്നു. മഞ്ഞാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും തപ്പി നോക്കാം. ഇതേതാ ഒരു വണ്ടിയോട് കഴിക്കും. തണുപ്പ് നടന്ന് തണുപ്പും മഴയും മഞ്ഞും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൈയൊക്കെ മരവിച്ചിട്ടുണ്ട്. ഗ്ലൗസ് ഇട്ടില്ല. ഓ, എന്തും പറയണ്ട. കുറേ റൂം നോക്കി നടന്ന് ഒന്നും സെറ്റായില്ല. നമുക്ക് പറ്റിയതൊന്നും സെറ്റായില്ല. ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്, ആടെയും കൂടി പോയി നോക്കണം. പക്ഷെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, തണുത്ത് മരവിച്ചെന്ന് പറയുന്നത്. കൈയൊക്കെ ഉണ്ടല്ലോ, നനക്കാൻ പറ്റുന്നില്ല, വേദനയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ. എങ്ങനെയുണ്ട് തണുപ്പ്? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്കാ. ഒരു ഓ ഷമീർ ഭായ്, ഓ ഭയ്യ, हाँ तड़पने कुछ एंड वाक भाईजान इधर तो शिमला में तो बहुत स्नो गिर रहे भाई साहब. हम लोग कभी सोचा ही नहीं. इतना तो क्या करूँ, हमने डोज भी नहीं लिया, डेकाथलॉन से लिया. രണ്ട് ഊതിലൂതിയ വേറെ വഴിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വരൂ. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഈ കാണുന്നത്. അയ്യോ, നടന്ന് തണുത്ത് മരവിച്ച് സുഹൃത്തുക്കളെ. ആ, എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് കാലാവസ്ഥയും ആസ്വദിച്ച്. ഇനി കയ്യെല്ലാം അനങ്ങുമോ? ഓ, ഇതിനൊരു അറ്റമില്ലേ? ഇതിങ്ങനെ പോയതല്ല താഴേക്ക്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞ പപ്പു പറഞ്ഞ പോലെ കുയ്യല്ലേ കുയ്. ആ, ഇതെന്റെ പോസ്റ്റ് ഓഫീസ് ആട്ടാ. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ആ, ഇതേടത്തേക്ക് കൊണ്ടുപോന്നേ. ഇത് നമ്മളെ ഇത് കൊട്ടേഷൻ എടുത്ത നമ്മളെ റൂം എടുക്കാത്തോണ്ട് ഇത് വല്ലാത്ത പ്ലേസ് തന്നെ കേട്ടാ. ഞാൻ എൻ്റെ മോനെ ഇത് പോകുന്ന സ്ഥലം നോക്കിയേ.
ഈ സ്ഥലത്തേക്ക് കൂടി എന്തിനാ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല. ഒരു വയസ്സൻ ചാച്ച നമ്മളെ കൊണ്ടുപോകുന്നു. റൂം കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി ഒരു സ്റ്റേ സെറ്റായിട്ടോ. അവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഷിംലേൻ്റെ നൈറ്റ് വ്യൂ ആണ്, അടിപൊളിയാണ്. തണുപ്പ് ഓവർ തണുപ്പാണ്, അത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ബാക്കിയൊക്കെ ഓക്കെ. ഇനി നമ്മൾ മാൾ റോഡാണ് റൂം എടുത്തിട്ടുള്ളത്. ഇനി പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാൾ റോഡിലേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ പീസാക്കിയിട്ട് ഇവിടെ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നതാണ്. ഇതാണ് മാൾ റോഡിലുള്ള കാഴ്ചകൾ. ഇവിടെ പല സാധനങ്ങളും കാണാം, ബ്രാൻഡഡ് സാധനം കാണാം. ഇതുപോലെ തന്നെ തെരുവിൽ വിൽക്കുന്ന ഫ്രൂട്ട്സുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാം. ഷിംലയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് മാൾ റോഡ്. ഇവിടെ മാൾ റോഡിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫുഡിൻ്റെ കൗണ്ടറുകളും അതുപോലെ തന്നെ ഗാനമേളയും പരിപാടികളൊക്കെ കാണാം. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു ചായൻ്റെ കൗണ്ടറിലാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ മറ്റു പല ഫുഡുകളും കാണാം. പക്ഷേ നമ്മൾ ഇവിടെ നിന്നല്ല ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഹിമാചലിലെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. പക്ഷേ നമുക്ക് സൗത്തിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇവിടുത്തുകാർ ഒരുപാട് വന്ന് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഗംഭീര ഗാനമേള നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു, കുറച്ച് ആൾക്കാർ അവിടുന്ന് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു പരിപാടി. ഇനി പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഒരു വലിയ ട്രെയിൻ യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നതാണ്. തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫ്രം NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. ശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത് തന്നെ വരുന്നുണ്ട്. ബൈ.